ശ്രീ പി ബി ഹർഷകുമാർ മുന്നിൽ കണ്ടത് വെറുമൊരു ക്രമക്കേടോ ഒരു കീഴ്വഴക്ക ലംഘനമോ അല്ല. വളരെ വ്യക്തമാണ്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ആസൂത്രിതമായി വളരെ വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി ചില വലിയ വലിയ ബാങ്ക് കവർച്ച പോലെ നാളുകൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ സ്വർണം ക്ലാഡ് ചെയ്ത അതിനെ ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോയി അതിൽ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് തങ്കത്തകിടിന് തിളക്കം പോരാ എന്ന രേഖ മഹസർ സന്നിധാനത്തുണ്ടാക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അത് മുഴുവൻ ഉരുക്കി എടുത്ത് മോഷ്ടിക്കുന്നു, തിരിച്ച് സ്വർണം പൂശി തിരിച്ചുകൊണ്ട് വയ്ക്കുന്നു. ഇതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന പിഴവാണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ആദ്യം ശ്രമിക്കുന്നു. ഇടം വലം വിടാതെ, തിരിയാൻ അനുവദിക്കാതെ ജനം ടി വി അടക്കമുള്ള മാധ്യമങ്ങളും ഹൈക്കോടതിയും പിന്നാലെ വന്നപ്പോൾ ഇപ്പോൾ ഒന്നൊന്നായി മുന്നിൽ വരികയാണ് ഉത്തരവാദികൾ. ശ്രീ പി ബി ഹർഷകുമാർ, അങ്ങ് CPM-ന്റെ പ്രതിനിധിയാണ്. CPM-ന്, ഇടതുപക്ഷ മുന്നണിക്ക്, ഈ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാകുമോ? എങ്ങനെ ന്യായീകരിക്കും ഇതിനെ? അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാജ്യത്ത് നടക്കുന്ന ഒരഴിമതിയും ഒരു സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം വെളിയിൽ വരുന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയായി ബന്ധപ്പെട്ടൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോഴേ BJP വല്ലാതെ ഇളകി വശായി. അവരുടെ ഏതോ അടിത്തറ ഇളകുന്നു എന്നുള്ള ഒരു തോന്നലിൽ അവർ അയ്യപ്പ സംഗമത്തിനെതിരെ ഇല്ലാത്ത പ്രചരണവുമായി വന്നു. BJPയുടെ തൊട്ടുപുറകെ കേരളത്തിൽ UDF വന്നു. ഈ അയ്യപ്പ സംഗമം സെപ്റ്റംബർ മാസം 20-ാം തീയതി പ്രഖ്യാപിച്ചു. അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയാണ്? അയ്യപ്പ സംഗമം BJP പ്രചരിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ശബരിമലയുടെ വെച്ചിട്ട് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനാണോ? ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കണം. ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. പഴയ കാലമല്ല, കാലത്തിന് മാറ്റം വന്നു. ആ മാറ്റത്തിനനുസരിച്ച് ഇപ്പം തന്നെ കുംഭമേള നടത്തിയത് നരേന്ദ്രമോദി ഗവൺമെൻറ്, ഉത്തർപ്രദേശിലെ യോഗി ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ട് കുംഭമേള നടത്തി 10,000-കണക്കിന് മനുഷ്യൻ മരിച്ചു വീണതായിട്ടാണ് പറയുന്നത്. ഒരു സൗകര്യങ്ങളും ഒരുക്കാതെ നടത്തിയതുപോലെ ആകരുത്. മനുഷ്യനാണ് വരുന്നത്. ആ വരുന്ന മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. അതിന് സർക്കാരിൻ്റെ പണമില്ല. ഒന്നാമത് കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ കേരള ഗവൺമെൻറ്റിന് സാമ്പത്തികം നിഷേധിക്കുന്ന ആ സമയത്ത് അതിന് മറ്റു മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കം ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്നതാണ് ശബരിമലയിൽ. അവരുടെ ആകെ സഹായം ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ ആകെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിലേക്ക് അവരുടെ സഹായം ആകെ എത്തിച്ച് വലിയ തോതിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ, ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ആലോചനയ്ക്ക് വേണ്ടിയാണ് ശബരിമലയിൽ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എന്താണ് അയ്യപ്പ സംഗമത്തിൻ്റെ അജണ്ടയെന്ന് പോലും അറിയാതെയാണ് BJP എതിർപ്പുമായി ചാടിയത്. മാത്രമല്ല, പന്തളത്ത് പോയിട്ടൊരു ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. ആ അയ്യപ്പ സംഗമത്തിൽ നടന്നെന്താ? ആചാര സംരക്ഷണത്തിൻ്റെ ആളുകളാണ് BJP എന്നാണ് പറയുന്നത്. അവിടെ നടത്തിയെന്താ? അവിടെ നടത്തിയത് ഈ ശബരിമലയുടെ കാലങ്ങളായുള്ള പാരമ്പര്യം, അയ്യപ്പൻ്റെ ഉറ്റ തോഴനായി ശബരിമലയിൽ കൊണ്ടിരുത്തിയ വാവരെ തീവ്രവാദിയായി ചിത്രീകരിച്ച്, വാവരെന്ന പേരാണ് അവർക്ക് സഹിക്കാൻ വയ്യാതെ പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള പല ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നടക്കുന്ന കോലാഹലങ്ങൾ. ഞാൻ ഒരു കാര്യം പറയാം. ഈ 2 ദിവസം മുമ്പ് ഹൈക്കോടതി ഈ ശബരിമല കേസിലെ വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ചില നിഗമനങ്ങളിലെത്തി. അതിൽ കോടതി കൃത്യമായി പറഞ്ഞു, ദേവസ്വം ബോർഡ് കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് എന്താ പോയി ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അല്ല. ദേവസ്വം ബോർഡ് നയപരമായ തീരുമാനങ്ങളെടുത്ത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ്. ആ എടുത്തതിനകത്ത് എന്താ അവർ പറഞ്ഞത്? ശാസ്ത്രവിധി പ്രകാരം ഇവിടെ ഈ പിന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അത് പ്ലേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകാൻ സ്പോൺസറെ മുഖാന്തരം കൊണ്ടുപോകാൻ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട തിരുവാഭരണം കമ്മീഷണറുടെയും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ ചെന്നൈയിലെത്തിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡിന് ഈ പറഞ്ഞ, എന്നിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാണ് ഈ ജയശ്രീ എന്ന് പറഞ്ഞ അന്നത്തെ സെക്രട്ടറിയും അന്നത്തെ തിരുവാഭരണ കമ്മീഷണറടക്കം തിരുത്തി മാറ്റി ചെയ്തത്. അതിനകത്തിൽ പിഴവുണ്ട്. ആ പിഴവ് തിരുത്തും. ആ പിഴവിന് കുറ്റക്കാരെ മുഴുവൻ ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്?
ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടൽ നടന്നപ്പോൾ തന്നെ ഗവൺമെൻറ് ഹൈക്കോടതിയോട് പറഞ്ഞു, ഗവൺമെൻറ്റിനോട് ഹൈക്കോടതി ചോദിച്ചു നിങ്ങളുടെ നിലപാടെന്താണ്, ഏത് കുറ്റവാളിയെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഗവൺമെൻറ് ഹൈക്കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറാണ്, കോടതി ആവശ്യപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തരാം, കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കട്ടെ, ആ ടീമിന് വേണ്ട എല്ലാ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാടെടുത്ത് കോടതിയുടെ ഓരോ നിലപാടിനൊപ്പം കോടതിയും ഗവൺമെൻറ്റും രണ്ടല്ല ഒരേ നിലപാടിൽ ഈ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പം BJPയുടെ ആ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഞാനും അത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിത് കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം സംസാരിച്ച BJPയുടെ നേതാവ് അദ്ദേഹം ബഹുമാന്യനായ ശങ്കുട്ടി ദാസാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ വളരെ സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്, കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഈ ക്ഷേത്രങ്ങളുടെ കൊള്ളയടിയെ സംബന്ധിച്ച് അങ്ങേക്കറിയാം, BJP ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ് അയോധ്യയിലെ രാമക്ഷേത്രം. ആ രാമക്ഷേത്ര വികാരം രാജ്യത്തുയർത്തിവിട്ടാണ് BJP വന്നത്. ആ രാമക്ഷേത്ര നഗരം പണിയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കോടാനുകൂടി രൂപ ചെലവഴിച്ചു. അവിടെ ക്ഷേത്രം പണിഞ്ഞു, ക്ഷേത്ര നഗരം പണിഞ്ഞു, അവിടെ റെയിൽവേ സ്റ്റേഷൻ പണിഞ്ഞു, ഹൈവേകൾ പണിഞ്ഞു, വിമാനത്താവളം പണിഞ്ഞു. ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയില്ലേ? എന്തോ ഒരു കൊള്ള അവിടെ നടത്തിയത്, അഴിമതി നടത്തി. BJPക്ക് അതിനെപ്പറ്റി ഒന്നും മിണ്ടാനില്ല ഇപ്പം. അപ്പോൾ ആളുകളുടെ വികാരത്തെ ചൂഷണം ചെയ്ത് വോട്ട് വാങ്ങിപ്പോയ ആ സംഭവത്തെ തന്നെ കൊള്ളയടിക്കാനുള്ള ഉപകരണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് BJP. മറ്റൊന്ന്, ഈ ധർമ്മസ്ഥല, ഇപ്പോൾ കർണാടകത്തിലെ ധർമ്മസ്ഥല നടന്ന അഴിമതിയും കൊള്ളയും അതിൻ്റെ ആ അഴിമതികൾ മൂടി വെക്കാൻ എത്രയോ കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. മൂടി വെക്കുകയല്ലേ അവിടെ ഇപ്പോഴും? അതാണോ കേരളത്തിൽ ചെയ്യുന്നത്? കേരളത്തിലെ ഗവൺമെൻറ്റിന് നേരിട്ട് ബന്ധമില്ലാത്ത സ്ഥലമാണ് ഈ ദേവസ്വം ബോർഡ്. കാരണം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്. നമുക്ക് സമയം ആകെ ഇനി ഒരു 40-45 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് ജനൻ ടിവിയോടുള്ള ഞാൻ കൃത്യമായി കേൾക്കണം. ശ്രീ ഹർഷകുമാർ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരിക്കലും പറയാൻ അവസരം തന്നിട്ടില്ല. തടയുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. കാര്യം ശരി, 2-3 കാര്യങ്ങൾ. അതായത് അങ്ങ് പറഞ്ഞ മറുപടി, കാര്യം ഇതിന് ഇത്രയും കഴിഞ്ഞിന് BJP പ്രതിനിധിയുടെ മറുപടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് വൈകും. അതുകൊണ്ടാണ്. മാത്രമല്ല നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു. ഒന്ന്, ധർമ്മസ്ഥലയിൽ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീ തന്നെ പലവട്ടം പറഞ്ഞ് മാപ്പ് പറഞ്ഞു, അത് വ്യാജ ആരോപണമായിരുന്നു, പറഞ്ഞു പറയിച്ചാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ ധർമ്മസ്ഥല വീണ്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ലേഖകർ അവിടെ പോയി വന്നതാണ്. ധർമ്മസ്ഥലയിലേക്ക് പോകരുത്. ഉത്തരം മുറ്റുമ്പോൾ ധർമ്മസ്ഥലയിലേക്ക് പോകരുത്. ഹർഷകുമാർ ദയവായി ശബരിമലയിലേക്ക് തിരിച്ചു വരിക. നമ്പർ 1, അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് ഈ വർഷം. അയ്യപ്പ സംഗമം നടന്നത് സെപ്റ്റംബർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചോദിച്ചോട്ടെ. ശ്രീ ഹർഷകുമാർ, നമുക്കൊന്ന് വിഷയത്തിലേക്ക് വരാം. അങ്ങ് 2025 സെപ്റ്റംബറിലെ അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറഞ്ഞു. ശരി, അങ്ങ് പറഞ്ഞ വാദങ്ങൾ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ, ഒരു ആങ്കർ എന്നുള്ള നിലയിൽ അതിന് മറുപടി പറയാനുള്ള അവകാശം ഞാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നു. ഒരൊറ്റ ചോദ്യം. 2019 വ്യാജരേഖയുണ്ടാക്കി സ്വർണം ക്ലാഡ് ചെയ്ത പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോയി ഉരുക്കി മാറ്റി പകരം സ്വർണം പൂശി തിരികെ കൊണ്ടുവച്ചു എന്ന് ഇതിനകം അവൈലബിൾ രേഖകളിൽ നിന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതി ഞെട്ടൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അന്നുണ്ടായിരുന്നോ അയ്യപ്പ സംഗമം? അന്നുണ്ടായിരുന്നോ BJPയുടെ സംഗമം? അന്നുണ്ടായിരുന്നോ ഭക്തജന സംഗമം? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2025 അവിടെ നിർത്തിക്കൊണ്ടെങ്കിൽ 2019 കുറിച്ചൊന്ന് പറയുമോ? ആരായിരുന്നു പറയണം? പിന്നെ ഒരു കാര്യം കൂടി, സർക്കാരിന് ഒരു ബന്ധവുമില്ലെന്ന് അങ്ങ് പറയരുതേ. അതാത് കാലത്തെ സർക്കാരുകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ആളെ പ്രസിഡന്റായും ഘടകകക്ഷികളുടെ നോമിനികളായ ദേവസ്വം ബോർഡ് അംഗങ്ങളായും നിയമിക്കുന്ന കാര്യം ഇവിടുത്തെ ഒരുവിധം പത്രമെങ്കിലും ഒന്ന് വായിക്കുന്നവർക്കൊക്കെ അറിയാം. ഓരോ ഘടകകക്ഷിക്കും ഉണ്ട് കോട്ട. തീരുമാനിക്കുന്നത് ഇപ്പൊ CPM ആണ് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആരായിരിക്കണമെന്ന്. CPMന് അനഭിമതനാണെങ്കിൽ അവിടെ നിന്ന് മാറ്റും. പ്രയാർ ഗോപാലകൃഷ്ണൻ അതിന് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. CPM നോമിനിയെ കൊണ്ടുവരാനായിട്ട് നിയമം ഭേദഗതി ചെയ്ത് ഈ കാലാവധി 2 വർഷമാക്കി കുറച്ച് പെട്ടെന്ന് അവിടെ CPMന്റെ ആളിനെ കൊണ്ടുവന്നു. അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള കഥകളാണ് ഈ പറയുന്നത്. സർക്കാരിന് പങ്കില്ലെന്നങ്ങ് പറയരുത്. സർക്കാർ നിയമിക്കുന്ന, സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായ ബോർഡ് അംഗങ്ങൾ
ഇനി മന്ത്രിയും മുഖ്യമന്ത്രിയിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല, ദൈവത്തെ പോലെ കണ്ടു എന്ന് ശ്രീ പത്മകുമാർ പറഞ്ഞതാരെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങ് 2019 കുറിച്ചൊന്ന് പറയാമോ? കാര്യം ഇപ്പൊ തന്നെ 8 കാലായി. അല്ല, 2019 ഈ കൊള്ളയെ സംബന്ധിച്ചാണല്ലോ ഇപ്പോൾ ഒരു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു SIT അന്വേഷിക്കുന്നത്. അത് അന്വേഷിച്ച് വെളി വരട്ടെ. നമ്മളെന്തിനായി കിടന്ന് ബഹളം വെക്കുന്നത്? അന്വേഷിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ് ഏത് കൊലകൊമ്പനായാലും ആരായാലും ഈ മോഷണത്തിൽ പ്രതിയായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കയ്യിൽ കയ്യാമം വെക്കുമെന്ന് പറയാൻ ആർജവമുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്. അദ്ദേഹം അത് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയും പറയുന്നത്. ദേവസ്വം ബോർഡിന് പരമാധികാരിയായ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ശ്രീ ഹർഷകുമാർ, ഞാൻ ന്യായീകരിക്കാൻ ഈ ഗവൺമെന്റോ ദേവസ്വം ബോർഡോ തയ്യാറായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒരു തട്ടിപ്പുകാരെയോ അല്ലെങ്കിൽ കൊള്ളക്കാരെയോ അല്ലെങ്കിൽ ഇതിനകത്തിൽ അവിഹിതം കാണിച്ചവരെയോ ന്യായീകരിക്കാൻ ദേവസ്വം ബോർഡോ ഗവൺമെന്റോ തയ്യാറായിട്ടില്ല.